സിനിമയാണ് IFFK. അങ്ങനെ 29ാമത് IFFKയിൽ ശ്രദ്ധേയമാകുന്ന ഒരു ചിത്രമുണ്ട്. ചെറുപ്പക്കാർ ചേർന്ന് ഐഫോണിൽ നിർമ്മിച്ച ഒരു സിനിമ. കാമദേവൻ നക്ഷത്രം കണ്ടു. സിനിമയുടെ പ്രവർത്തകരാണ് നമുക്ക് ഒപ്പമുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഒരു കൂട്ടുകാർ ചേർന്നൊരുക്കിയ ഒരു സിനിമയാണ് ഇത്. ഇപ്പോൾ IFFKയിൽ 29ാമത് IFFKയിൽ ശ്രദ്ധേയമാകാൻ പോവുകയാണ്. ശ്രദ്ധേയമായി എന്ന് തന്നെ വേണം പറയാൻ, അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കുറച്ച് പേര് വേറൊരു പ്രതിഫലമോ ഒരു ബെനിഫിറ്റോ ഒന്നും വിചാരിക്കാണ്ട് സിനിമ എന്നൊരു സ്വപ്നം കൊണ്ട് ചേർന്നൊരുക്കിയ ചിത്രമാണ്. അപ്പോൾ അത് IFFK പോലൊരു വേദിയിൽ പ്രദർശിപ്പിക്കപ്പെടുക, ടീമായി തന്നെ വന്ന് കാണുക എന്നുള്ളത് വലിയൊരു അനുഭവമാണ്. അതിനൊപ്പം സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ആദ്യ ചിത്രമാണ്. എൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം നീലമുടി എന്നൊരു ചിത്രമായിട്ട് വന്നിരുന്നു. അതിൻ്റെ ക്രൂ തന്നെയാണ് ഇത്, സംവിധായകനാണത്. ഇത് അതിൻ്റെ ക്യാമറമാനും എഡിറ്ററും കൂടെയാണ്. ഇത് അതിലത്തെ ലീഡ് റോൾ ചെയ്ത ആളാണ്, നമ്മുടെ സംഘത്തിലുള്ള ആളാണ്. ഇപ്പോൾ കാമദേവനിലെ ലീഡ് റോൾ ചെയ്ത ആക്ട്രസ്സാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു. ഇക്കൊല്ലം നമ്മുടെ പ്രൊഡക്ഷൻ്റെ തന്നെ സെക്കൻഡ് ഫിലിമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകമായി പറയേണ്ടത് ഒരു ഐഫോണിൽ ഒരുക്കിയ ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ആ ഒരു നിർമ്മാണ രീതിയൊക്കെ എങ്ങനെയാണ്? ഐഫോണിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ പ്ലാൻ തന്നെയായിരുന്നു. ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചതിന് ശേഷം എന്തുകൊണ്ട് മൊബൈലിൽ ഫിലിം ചെയ്തുകൂടാ എന്നുള്ളൊരു പ്ലാൻ വന്നിരുന്നു. അപ്പോൾ ഒരിക്കലും അതൊരു മീഡിയമായിട്ട് അതിൻ്റെ പുതുമ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലല്ല, നമ്മുടെ സാഹചര്യത്തിനും സാധ്യതകൾക്കും അനുസരിച്ചാണ് നമ്മൾ ഐഫോൺ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കിപ്പം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ഒരു പരിധിവരെയും തരണം ചെയ്യാൻ ഐഫോണിലുള്ള ഷൂട്ടിങ് സഹായിച്ചു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും, ഞാനിപ്പോൾ PGക്ക് പഠിക്കുകയാണ്, ആളും എൻ്റെ ഒപ്പം PG ചെയ്യുകയാണ്. അപ്പോൾ ഈ പോയി വരവും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ടിങ് വേഗം പൂർത്തീകരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലും പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം പലപ്പോഴും ക്ലൈമറ്റൊന്നും അനുകൂലമല്ലായിരുന്നു. അപ്പം ഐഫോണിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് സേവ് ചെയ്യാനും വേഗം പൂർത്തിയാക്കാനും പറ്റി. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഐഫോണിലുള്ള ഷൂട്ടിങ് കുറച്ചും കൂടെ കൺവീനിയൻ്റായി തോന്നിയതുകൊണ്ട് അത്തരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പഠന സമയത്തുള്ള ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ സിനിമയിലേക്ക് എങ്ങനെയാണ് സമയം കണ്ടെത്തിയിരുന്നത്? ഞാൻ PG ചെയ്യുന്നത് പെർഫോമിംഗ് ആർട്സിലാണ്. ഞാൻ UG ചെയ്തിട്ടുള്ള തിയേറ്റർ ആർട്സിലാണ്. അപ്പോൾ കുറച്ചധികം കാലമായിട്ട് തന്നെ നാടകം, സിനിമ, ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ പഠനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് 8 വർഷത്തോളം പ്രവർത്തിക്കുന്നതാണ്. ഞാനതിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 4 കൊല്ലമായി. അപ്പം ഇതാണ് ഞങ്ങളുടെ തൊഴിൽ, അതായത് ഇതാണ് ഞങ്ങളുടെ പണി. അപ്പോൾ ഇത് പഠിക്കുക, ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിനായിട്ട് സമയം കണ്ടെത്തുക. അതോടൊപ്പം തന്നെ പറയേണ്ടത് ഇതിലെ തീമാണ്, അല്ലെങ്കിൽ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ആ ഒരു തീം എടുക്കാനുണ്ടായ റീസൺ എന്താണ്? നമ്മൾ സംസാരിക്കുന്ന വളരെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ യുവതലമുറയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി നമുക്ക് ഫസ്റ്റ് വരുന്നത്, ആദ്യം അവിടെ സംസാരിക്കുന്നത് ഒരു പേപ്പർ കട്ടിങ്ങിലെ ന്യൂസ് കണ്ടിട്ടാണ് നമുക്കിങ്ങനെ ഒരു ഐഡിയ വരുന്നത്. പിന്നെ നമ്മുടെ ടീമിലത്തെ പല ആൾക്കാരുടെയും ഒരു സംസാരത്തിൽ എല്ലാവർക്കും ഇതുപോലത്തെ അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. നമ്മളെല്ലാതിൻ്റെയും സമ്മമായിട്ട് പിന്നെ ശരത്താണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ റെഡിയാക്കിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെ എളുപ്പമായിരുന്നു. കാരണം എല്ലാവർക്കും അങ്ങനത്തെ കേട്ട് പരിചയമുള്ള അനുഭവങ്ങളുണ്ട്. ഇത് ഭയങ്കര നോർമലൈസ് ആയിട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് വെച്ച് എങ്ങനെ ഒരു സിനിമയാക്കി മാറ്റാം. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ജെൻസി പുതിയ കാലഘട്ടത്തിൻ്റെ ആൾക്കാരുടെക്ക് മസ്കുലാനിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഹോട്ട് ഡിബേറ്റാണ്. അപ്പോൾ അത് ഒരു സിനിമയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ അതിന് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളതിൽ ഐഫോൺ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സിനിമയിലെ അഭിനേതാവാണ്, ഈ സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷെ ഒരുപാട് വിമർശനങ്ങൾക്കും ഇടയാക്കാനുള്ള ഒരു സാധ്യതയും എല്ലാ വശങ്ങളും തന്നെ കണ്ട് അഭിനയിക്കുന്ന ഒരു രീതി, അത് വിമർശനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്രിസിയേഷൻ മാത്രമായിരിക്കില്ലല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വിമർശനങ്ങൾക്കും അതീതമാണ് സിനിമ. അപ്പം അതെല്ലാം സ്വീകരിക്കുന്നു. അഭിനയിക്കുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എത്രത്തോളം മനോഹരമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ടീമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ, നല്ല കംഫർട്ടായിരുന്നു ചെയ്യാൻ. തിയേറ്റർ ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടും അതിൻ്റെ ഒരു എളുപ്പം, അതിലൊരു ഈസിനെസ് അതിലുണ്ടായിരുന്നു. ഈ ഒരു ടീം വർക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് തന്നെ പറയണ്ടേ? അതെ, നമ്മൾ ഏകദേശം 8 വർഷമായിട്ട് സിനിമ എന്ന് പറഞ്ഞ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ആദ്യം ഷോർട്ട് ഫിലിംസിലാണ് തുടങ്ങിയത്, പിന്നീട് മ്യൂസിക്കൽ ആൽബം ചെയ്തു. 2023 ആദ്യത്തെ സിനിമ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ സിനിമ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരാരും തന്നെ മുൻപ് സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ
വേറെ ഏതെങ്കിലും ടെക്നിക്കലി ആയിട്ടോ നമ്മുടെ സിനിമയിൽ പ്രവർത്തിച്ചവരൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കുന്ന കാര്യം എന്താണെങ്കിലും നമ്മളെല്ലാവരും നാടകം ചെയ്യുന്ന ആൾക്കാരാണ്. എന്നും കല ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ടുള്ളൊരു കണ്ടന്റിനെ ആളുകളിലേക്ക് എത്തിക്കുക, ആളുകളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടാക്കുക, ആ സിനിമയെ പറ്റി ആൾക്കാർ സംസാരിക്കുക, ഇതാണ് നമ്മുടെ ഏത് കാലത്തെയും ഉദ്ദേശം. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചിത്രം വരയ്ക്കാം. ഒരു ക്യാൻവാസിലും വരയ്ക്കാം, ഒരു തീപ്പെട്ടിയുടെ പിന്നിലും വരയ്ക്കാം. ഇപ്പോൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രം ചിലപ്പോൾ കുറച്ചുകൂടി പൈസയ്ക്ക് ചിലപ്പോൾ വിറ്റ് പോയേക്കാം. അതുപോലെയാണ് നമ്മുടെ കാര്യം. നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ്. നമ്മുടെ കൂടെ എന്നും ആ ടീമുണ്ട്. ഓരോ കൊല്ലവും ആ ടീമിലെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീമുള്ളത് കൊണ്ട് തന്നെയാണ് സിനിമകൾ സംഭവിക്കുന്നത്. തീർത്തും എടുത്തു പറയേണ്ടത് IFFK തന്നെയാണ്. ഈ ഒരു ചെറുത് എന്നല്ല, ഐഫോണിൽ നിർമ്മിക്കുന്ന ഒരു സിനിമയെ പോലും IFFK വേദി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം അതെടുത്തു പറയേണ്ടത് തന്നെ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഒരുപാട് കലാരൂപങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, പല ടൈപ്പ് കലാരൂപങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സിനിമ എന്ന് പറയുമ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ള, ലിറ്ററേച്ചറുള്ള, അതുപോലെ തന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഉള്ള, സിംബോളിക്കായിട്ടുള്ള, അങ്ങനത്തെ ഒരുപാട് എലമെൻസിനെ ഉൾക്കൊള്ളിക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ നമുക്കൊരു ഏരിയയുടെ അല്ലെങ്കിൽ ഒരു റെഡിൻ്റെ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ എടുക്കാൻ പറ്റൂ എന്നുള്ളതല്ല. ആളുകളിലേക്ക് എത്തിക്കുന്ന സബ്ജക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആളുകൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അബ്സൈഡിറ്റി പുറത്തേക്ക് വരുന്നുണ്ടോ, ഇതെല്ലാം തന്നെയാണ് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇത്തവണ നമ്മൾ ഐഫോണിൽ സിനിമ എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിൻ്റെ അഭാവം തന്നെയായിരുന്നു. അല്ലാതെ ഐഫോണിൽ ഒരു പുതിയ പരീക്ഷണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ കോവിഡിന് ശേഷം എല്ലാം ഒരുപാട് സിനിമകൾ ഐഫോണിൽ സംഭവിക്കുകയുണ്ടായി. അപ്പോൾ അടുത്ത് തന്നെ സനൽകുമാർ ശശിധരൻ്റെ കയറ്റം എന്ന് പറഞ്ഞ സിനിമ 2022 IFFKയിൽ പ്രദർശിപ്പിച്ചു. അപ്പോൾ ഐഫോണിൽ ഒരു സിനിമ എടുക്കുക എന്നുള്ള പുതുമയുടെ അപ്പുറത്ത് നമ്മൾ പണമില്ലാതെ ഒരു സിനിമ ചെയ്യാതിരിക്കുമ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത്. ഐഫോണെങ്കിൽ ഐഫോൺ നമുക്ക് പറയുന്ന കാര്യം വളരെ ജെന്യൂനായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എന്നാൽ നമ്മളിപ്പോൾ അത് പറയണോ, വ്യക്തമായി തന്നെ പറയണം എന്നുള്ള ഉദ്ദേശത്തോടെ പുറത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ഐഫോണാണോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാമറ വലിയ ക്യാമറ എന്നുള്ള വ്യത്യാസങ്ങളില്ല. ആദ്യ സ്ക്രീനിങ്ങിൽ തന്നെ നല്ല ശ്രദ്ധേയമായ ചിത്രം തന്നെയാണ്. ഇനിയിപ്പോൾ 2 സ്ക്രീനിങ് കൂടിയുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് നല്ലൊരു ഓഡിയൻസ് റെസ്പോൺസ് ആണ് കിട്ടിയത്. ഇന്നലെ തിയേറ്ററിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം സിനിമ കഴിഞ്ഞും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന 2 ഷോകളിലും അത്തരത്തിൽ നല്ലൊരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മൾ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വന്നതാണ് IFFK പോലൊരു വേദിയിൽ. അപ്പം നല്ലൊരു റെസ്പോൺസ് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന വേളയിലും ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. ഏതായാലും നിറഞ്ഞ സന്തോഷത്തിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരുള്ളത്. എടുത്തു പറയുന്നത് ഈ സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമ ചിത്രീകരണം തന്നെയാണ്. ഈ IFFK വേദിയിലും ഇവരുടെ ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ആദ്യ സ്ക്രീനിങ് കഴിഞ്ഞ് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇനി 2 സ്ക്രീനിങ് കൂടിയാണ് ബാക്കിയുള്ളത്. പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.